വിശുദ്ധ മർക്കോസിന് ശേഷം 6-ാം അധ്യായം 30 മുതലുള്ള വാക്യങ്ങളിൽ പിന്നെ അപ്പോസ്തലന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നുകൂടി തങ്ങൾ ചെയ്തത് ഉപദേശിച്ചതെല്ലാം അറിയിച്ചു. വരുന്നവരും പോകുന്നവരും വളരെ ആയിരുന്നതിനാൽ അവർക്ക് ഭക്ഷിപ്പാൻ പോലും സമയമില്ലായതുകൊണ്ട് അവനവരോട് നിങ്ങൾക്കൊരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ചുകൊള്ളുവിനെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പടകിൽ കയറി ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് പോയി. അവർ പോകുന്നത് പലരും കണ്ട് അറിഞ്ഞ് എല്ലാ പട്ടണങ്ങളിൽ നിന്നും കാൽനടയായി അവിടേക്ക് ഓടി അവർക്ക് മുമ്പേ എത്തി. അവൻ പടകിൽ നിന്ന് ഇറങ്ങിയാറെ വലിയ പുരുഷാരത്തെ കണ്ടു. അവൻ ഇടയിലില്ലാത്ത ആടുകളെ പോലെ ആവുകൊണ്ട് അവരിൽ മനസ്സലിഞ്ഞ് പലതും ഉപദേശിച്ചു തുടങ്ങി. പിന്നെ നേരെ നന്നാം വൈകിട്ട് ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്നു. ഇത് നിർജ്ജന പ്രദേശമല്ലോ, നേരവും നന്നേ വൈകി. ഭക്ഷിപ്പാനില്ലായാൽ അവർ ചുറ്റുമുള്ള കുടിലുകളും ഊരുകളിലും ചെന്ന് ഭക്ഷിപ്പാൻ വല്ലതും കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. അവനവരോട് നിങ്ങളവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് കൽപ്പിച്ചതിന് ഞങ്ങൾ പോയി 200 വെള്ളിക്കാശിന് അപ്പം കൊണ്ടിട്ട് അവർക്ക് തിന്മാൻ കൊടുക്കുകയോ എന്ന് അവനോട് പറഞ്ഞു. അവനവരോട് നിങ്ങൾക്ക് എത്ര അപ്പമുണ്ട് ചെന്ന് നോക്കുവീൻ എന്ന് പറഞ്ഞു. അവർ നോക്കിയിട്ട് 5 2 മീനും ഉണ്ടായെന്ന് പറഞ്ഞു. പിന്നെ അവനവരോട് എല്ലാവരെയും പച്ചപ്പുല്ലിൽ പന്തുപതിയായി ഇരുത്തുവാൻ കൽപ്പിച്ചു. അവർ 109 വീതം നിരനിരയായി ഇരുന്നു. അവൻ ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി അവർക്ക് വിളമ്പുവാൻ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. ആ 2 മീനും എല്ലാവർക്കും വിഭാഗിച്ചു കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. കഷണങ്ങളും മീൻ നുറുക്കും 12 വട്ടം നിറച്ചെടുത്തു. അപ്പം തിന്നവരോ 5000 പുരുഷന്മാർ ആയിരുന്നു. താൻ പുരുഷാരത്തെ പറഞ്ഞിരിക്കുന്നതിനിടയിൽ ആ വലിയ ശക്തി കർത്താവിൻ്റെ ശുശ്രൂഷയിലൂടെ വ്യാപരിക്കാൻ സാധിച്ചത് ഇന്നും നമ്മൾക്കും നമ്മളുടെ ശുശ്രൂഷ അന്ന് ശിഷ്യന്മാരിൽ ചിലപ്പോൾ 200 വെള്ളിക്കാശ് കണ്ടേക്കാം. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് 200 വെള്ളിക്കാശ് ഞങ്ങൾക്ക് അങ്ങനെ ഊരുകളിൽ പോയി കഴിക്കുന്നത്. നമ്മളുടെ പണമോ സാധ്യതകൾ ദൈവമാകരുത്. നമ്മളുടെ മനസ്സും നമുക്കതിനുള്ള താല്പര്യമുണ്ടെങ്കിൽ വഴികൾ തുറക്കുന്നത് ദൈവമാണ്. വ്യക്തിപരമായി എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ശുശ്രൂഷ സത്യസന്ധമായി നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ സാധ്യതകളും അതിൻ്റെ മറ്റ് കാര്യങ്ങളും സാമ്പത്തിക കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും തന്നെ വന്നോളും. അതിന് യാതൊരു സംശയമില്ലാത്ത. അതുകൊണ്ട് സാധ്യതകളെ തരുന്ന ദൈവം നിങ്ങളുടെ ശുശ്രൂഷകൾ നിങ്ങൾക്കൊപ്പമുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും സാധ്യതകൾ ഓർത്ത് ഭാരപ്പെടാതെ ബലം കൊടുക്കുവാൻ ശക്തി നൽകുവാൻ നിങ്ങൾക്ക് ഏവർക്ക് കൃപ നൽകട്ടെ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ശുശ്രൂഷ രംഗത്ത് നിൽക്കുന്നവർക്ക്, സാധ്യതകളെ ചൊല്ലി ഭാരപ്പെടുന്നവർക്ക്, ഈ വചനം കാണുന്നവർക്ക്, കേൾക്കുന്നവർക്ക് അത്ഭുതകരമായ ബലവും ശക്തിയും കൊടുത്ത് ബലപ്പെടുത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഏതെല്ലാം ഭാരങ്ങളിലും പ്രയാസങ്ങളിലും പട്ടിണികളിലും പലവിധ വിഷയങ്ങളിലും ഇരിക്കുന്നവർക്ക്, സാമ്പത്തിക ഭാരമുള്ളവർക്ക്, ഒരു കാര്യത്തിൽ നടക്കില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് ഈ വചനം കാണുന്നതും കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവർക്ക് പുതിയ വഴികളെയും പുതിയ കൃപകളും കൊടുക്കണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം, യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.